നമ്മളെ ഗർ പഞ്ചകോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടാ പോകുന്നത്. പുരുളിയ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒക്കെ മുമ്പ് കിട്ടുന്ന സ്ഥലമാണത്. ഈ പുരുളിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ ജാർഖണ്ഡാണ്. അങ്ങനെ ദാമോദർ നദിന്റെ മേലെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദാമോദർ നദി നദിന് കേൾക്കുമ്പോൾ ഓർമ്മ പുള്ളിയാണ്. അതായത് ഞാൻ നാളെ പറഞ്ഞല്ലോ എത്ര നദികളിലാണ് നമ്മൾ കുളിച്ചതറിയാം. പറയല്ല, ഈ ഭാഗത്തേക്ക് കുറച്ച് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ സൈൻ ബോർഡ് കണ്ടു, IDPNലെ, അതായത് ഇന്ത്യൻ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കലിൻ്റെ കമ്പനി. എന്തായാലും നമ്മൾ വേറൊരു ഡീവിയേഷൻ എടുത്താണ്ട് ഇങ്ങനെ പോവാണ്. ആ ഭാഗത്തേക്ക് എന്തൊരു ഡാമുണ്ട്. ഒരു ഹിൽ സ്റ്റേഷൻ വന്ന ഫീല്. ചെറുതായിട്ട് കോടൊക്കെ മൂടി. കുറേ മക്കളിപ്പോൾ കാണുമേ താറൊക്കെ പറയണേ. കൊള്ളാട്ടോ, കുട്ടികളൊക്കെ സ്കൂളും കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ പോവാണ്. ഉച്ചയാകുമ്പോൾ തന്നെ സ്കൂൾ കിട്ടോ, ഒരു എക്സാം വല്ലതായിരിക്കും. ചാൽമാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ. ചാൽമാറ പക്ഷെ ഇതൊരു വെറൈറ്റി ഭംഗിയുള്ള സ്ഥലം. നമ്മൾ പുരുളിയ ഡിസ്ട്രിക്റ്റിൽ എത്തിയിട്ടോ ഓൾറെഡി. ഈ പുരുളിയ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഡാമാണിത്. ആ ഡാമിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. വെള്ളം കുറവാണല്ലോ കുറച്ച്, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഒന്ന് നിർത്തിയിട, ഞാൻ നിർത്താൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ നിർത്തിയൊന്ന്. ചെറുതായിട്ടൊരു ചാറ്റൽമഴ ഉണ്ട്, പക്ഷേ കൊള്ളാം, നല്ല അടിപൊളി സ്ഥലം. അങ്ങോട്ട് എന്തോ ഒരു മല കാണുന്നുണ്ട് കേട്ടോ, പക്ഷെ മൂടി കിടക്കുകയാണ്, കോട മൂടിയിട്ട്. പഞ്ചത്ത് റിസർവെയർ ആണ് ഇതിന് പറയുന്ന പേര്. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ വെസ്റ്റ് ബംഗാളിൻ്റെയും ജാർഖണ്ഡിൻ്റെയും ബോർഡറിലാട്ടോ. അതായത് ഈ ഒരു റിസർവെയർ ശരിക്കും വെസ്റ്റ് ബംഗാളിലും ജാർഖണ്ഡിനും അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ റിസർവെയർ നിന്നാണ് പിന്നെ ദാമോദർ നദി പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ. എന്തായാലും കൊള്ളാം. ബോട്ടിംഗ് ഒക്കെ ഉണ്ടോ തോന്നുന്നുണ്ട് ഇതില്, സാധാ തോണിച്ചില്. അവിടെ എന്താ മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഈ റിസർവെയറിന് പോകുന്നതാണ് ദാമോദർ നദി, ഈ മുമ്പ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ മെയിൻ വശം നമുക്ക് ഇപ്പം ക്രോസ് ചെയ്യാം. കുറേ ആൾക്കാർ അവിടെ മീൻ പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് എങ്ങനെ പോകുന്നുള്ള ഐഡിയ അല്ല. നമ്മൾ മിക്കവാറും ഇപ്പം ജാർഖണ്ഡിലേക്ക് കയറും. നമ്മുടെ എത്രാമത്തെ സംസ്ഥാന, 16ാമത്തോ 15ാമത്തോ എന്തോ സംസ്ഥാനമാണ്. സീന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ഡാം കഴിഞ്ഞപ്പം വെസ്റ്റ് ബംഗാളും കഴിഞ്ഞ് നമ്മളിപ്പം ജാർഖണ്ഡിലേക്ക് കയറിട്ടോ. കുറച്ച് മുമ്പ് നമ്മൾ ചങ്ങന നിർത്തിയത് അങ്ങ് വെസ്റ്റ് ബംഗാളിൽ, ഇപ്പം നിർത്തിയത് അങ്ങ് ജാർഖണ്ഡിൽ കേട്ടോ. കൊള്ളാം. ശരി, ഞാനേ ജാർഖണ്ഡിലേക്ക് ഫുള്ളായിട്ട് കൊണ്ട് കയറുന്നില്ല. ഇവിടെ നിന്ന് തിരിക്കാനുള്ള പ്ലാനാണ്. തിരിച്ചിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. എങ്ങോട്ട്? പുരുളിയ പോവാം. പുരുളിയ വെസ്റ്റ് ബംഗാളിൻ്റെ ബോർഡർ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക്. യെസ്, ഇത് ഈ ഭാഗത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാട്ടോ. കുറേ ആൾക്കാരിങ്ങനെ വന്ന് ഫാമിലിയായിട്ട് വന്ന് ഇരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് വണ്ടി നിർത്താൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഇല്ലെങ്കിൽ നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാമായിരുന്നു. അല്ലേ ഫാമിലിയൊക്കെ മിക്കവാറും നമ്മൾ ആ മല മേലേക്ക് കയറുമോ. കണ്ടിട്ട് താമസമൊന്നും ഇല്ല തോന്നുന്നു കേട്ടോ. ഇവിടെ നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുണ്ട്. ഇതാണ് എക്കോ ടൂറിസോ. അങ്ങനെതാ കയറിയ റോഡിൽ പണിയൊന്നും നടക്കുന്നുണ്ട്. കാടാണോ എന്താ അതൊന്നും മനസ്സിലായിട്ടോ. നമ്മൾ ഏതൊക്കെ ചെറിയ റോഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. കോമഡിയാണ് അവസ്ഥ. എന്തായാലും മുമ്പിലൊരു JCB ഉണ്ട്, അതിൻ്റെ ബാക്കിൽ ഈ കാറും പിന്നെ നമ്മുടെ ചങ്കും. നമ്മളെ വീണ്ടും കാട് പോലത്തെ ഒരു സ്ഥലത്ത് കയറിട്ടോ. ചെറിയൊരു റോഡുള്ള അടിപൊളി സ്ഥലം, ഫുള്ള് പനമരങ്ങൾ. എന്താ പറയുക, ഒരു നമ്മൾ കാണുന്ന കാട് പോലെ തന്നെയാണ്, പക്ഷെ ചില മരങ്ങൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്തു. പിന്നെ ഞാനിങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഷൂട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
കാണുന്നവർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, എനിക്ക് വേണ്ടി കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രനെ ഇനി ഞാൻ കുറച്ച് കാലങ്ങൾ കഴിയുമ്പം ഇതിലുള്ള പല പല കാര്യങ്ങൾ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോഴേക്കും നമുക്ക് പല കാര്യങ്ങളെയും നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും, മെമ്മറീസിനൊക്കെ. ശരിക്കും വേറെ തന്നെ മൂഡായിരിക്കും എന്നുള്ളതിലാണ് ഞാനിങ്ങനെ ഓരോ ടെറൈനും കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ സംഗതികൾ കാണുമ്പോൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. ട്രാഫിക് ആണല്ലോ. ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് എടുക്കാൻ നിൽക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ആയിപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. പ്രത്യേകിച്ച് ഈ വീട്ടിലൊന്നുമില്ല, എനിക്ക് തന്നെ എടുക്കുന്നുണ്ടിട്ട് ബോറടിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആസ്വദിക്കുന്നല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല കേട്ടോ, സത്യം. അപ്പോൾ എന്തായാലും ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ അല്ല ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതായിരിക്കും. ബൈ ഗൈസ്.